എല്ലാവർക്കും എ ടു സെഡ് ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റേഷനരി മന്തിയാണ് ഉണ്ടാക്കുന്നത്. റേഷനരി ബിരിയാണി പോലൊരു റേഷനരി മന്തി. നമ്മൾ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ചിക്കനിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, ഉപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി നന്നായിട്ട് അരച്ചത് ഇത് ഇത്രയും ചേർത്ത് മിക്സ് ചെയ്ത് ഇഡ്ഡലി കുക്കറിൽ വെച്ച് നമുക്ക് വേവിക്കാവുന്നതാണ്. ഇഡ്ഡലി കുക്കറിൽ ആവശ്യമായ വെള്ളം വെക്കുക. അതിലേക്ക് ചിക്കൻ നിരത്തി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. വെന്ത ചിക്കൻ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ അരി വേവിച്ചെടുക്കുന്നത്. ചിക്കൻ്റെ എല്ലാ ഗുണങ്ങളും ഇറങ്ങിയ ആ വെള്ളത്തിലാണ് നമ്മൾ അരി വേവിക്കുന്നത്. ആ വെള്ളത്തിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് തുടങ്ങിയ മസാലകളെല്ലാം ചേർത്ത് നമുക്ക് അടച്ചു വെക്കാവുന്നതാണ്. അടച്ചു വെച്ച് നന്നായിട്ട് തിള വന്നതിന് ശേഷമാണ് നമ്മൾ അരി ചേർത്ത് കൊടുക്കുന്നത്. അരി നമ്മളിവിടെ ഉപയോഗിക്കുന്ന റേഷനരിയാണ്. റേഷനരി നന്നായിട്ട് കഴുകി ചൂടുവെള്ളത്തിലും കഴുകിയതിന് ശേഷം നമുക്ക് റേഷനരി ഈ തിളച്ച വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇഡ്ഡലി കുക്കറിലെ വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഈ അരി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അരി ചേർത്ത് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇഡ്ഡലി കുക്കർ അടച്ചു വെക്കാവുന്നതാണ്. ഇഡ്ഡലി കുക്കർ നന്നായിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ അരി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അടിപൊളി ഒരു തക്കാളി ചട്നി റെഡിയാക്കിയെടുക്കാം. തക്കാളി ചട്നിക്ക് ഇവിടെ ആവശ്യമായത് തക്കാളി, മല്ലിപ്പൊടി, ഉപ്പ്, പച്ചമുളക്. ഇത് ഇത്രയും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് 1 സ്പൂൺ വിനാഗിരിയും ചേർത്ത് അരച്ചെടുത്ത തക്കാളി ചട്നി റെഡി. മയോണൈസിന് പകരം നമുക്ക് റെസ്റ്റോറൻറ്റുകളിൽ കിട്ടാറുള്ള അതേ ചട്നിയാണ് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചോറ് വാർന്നെടുക്കാം. ചോറ് വാർന്നൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള പുകയ്ക്ക് ആവശ്യമായിട്ടുള്ള കനൽ റെഡിയാക്കണം. ഞാൻ വീട്ടിലെ തന്നെ കനലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കരി പുറത്തുനിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ കരി സ്റ്റൗവിൽ വെച്ച് കത്തിച്ച് അല്ലെങ്കിൽ പുറത്ത് വെച്ച് കത്തിച്ച് കനലാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ കനലിൽ നിന്നാണ് നമ്മൾ പുകയെടുക്കുന്നത്. നമുക്ക് ഇഡ്ഡലി കുക്കർ തന്നെ കഴുകി വൃത്തിയാക്കി അതിലേക്ക് 1 സ്പൂൺ നെയ്യും ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ ഈ ചോറ് തട്ടിയിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ മാറ്റി വെച്ച ചിക്കനും നിരത്തി വെച്ച് അതിലേക്ക് 2-3 പച്ചമുളകും ഇറക്കി വെച്ച് 1 സ്പൂൺ നെയ്യും ഒഴിച്ച് ഈ സമയത്ത് ക്യാരറ്റ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കനൽ ഇതിലേക്ക് ഇറക്കി വെക്കാവുന്ന കനലൊരു പാത്രത്തിൽ വെച്ചിട്ട് ഇതിലേക്ക് ഇറക്കി വെക്കാം. അതിലേക്ക് 1 സ്പൂൺ നെയ്യോ വെളിച്ചെണ്ണയോ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പുക വന്ന് തുടങ്ങും. അപ്പോൾ തന്നെ നമ്മൾ ഇഡ്ഡലി കുക്കർ അടച്ച് വെക്കുക. ഇഡ്ഡലി കുക്കർ അടച്ച് വെച്ച് 1 മിനിറ്റ് നേരം നമ്മൾ കൂടിയ ഫ്ലെയിമിലിടുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റിന് ശേഷം തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ മന്തി റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി മന്തി റെഡിയാണ്. ചിക്കൻ വാങ്ങിച്ച് കഴിയുമ്പോൾ ഒരു പിടി ചിക്കനെങ്കിലും വറുക്കാനായിട്ട് മാറ്റി വെക്കുന്ന അമ്മമാരല്ലേ നമ്മളെല്ലാവരും. ആ ഒരു പിടി ചിക്കൻ വെച്ചിട്ട് നമ്മുടെ സൂപ്പർ മന്തി നമുക്ക് റെഡിയാക്കി കൊടുക്കാം. നമ്മുടെ മക്കൾക്കൊക്കെ ലഞ്ചിന് കൊണ്ടുപോകാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.